ഹായ്, എല്ലാവരും സേഫാണോ? ഇതെൻ്റെ വീടിൻ്റെ മാമ്പാറ എൻ്റെ വീടിൻ്റെ അമ്മയുടെ കോഴി ഫാമിൻ്റെ അവിടെ വരെ വെള്ളം കയറിയ വീഡിയോ ആണേ. അപ്പോൾ അമ്മ എനിക്ക് രാവിലെ അയച്ചു തന്നതാണ്. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം എല്ലായിടും വെള്ളം കയറി കിടക്കുമായതുകൊണ്ട്. അപ്പം ആകെ ടെൻഷൻ അടിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. എണ്ണീറ്റ് വന്നപ്പോഴേ ഇതുപോലുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. പ്രകൃതിയുടെ ഒരു എന്താ പറയുക, ഒരു വികൃതി എന്ന് പറഞ്ഞ പോലെ നമുക്ക് മനുഷ്യർക്ക് ഇതിനൊന്നും തടുക്കാനൊന്നും പറ്റില്ല. പിന്നെ പരസ്പരം ഇങ്ങനെയൊക്കെ ദുരന്തം അനുഭവിക്കുന്നവരെ സഹായിക്കുക, അത് മാത്രമല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പം അമ്മ അയച്ചുന്ന വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാമാട്ടിക്കുട്ടിയെ കൊണ്ട് നമ്മുടെ ക്രോസ് വേ ഇല്ലേ, ഞാൻ മാമ്പാറിലോട്ട് പോകുമ്പോൾ നമ്മുടെ പെരുന്നാട്ടൊരു ക്രോസ് വേ ഉണ്ട്, ഇവിടെയൊക്കെ ഉള്ളവർക്കറിയാം. അപ്പോൾ ആ ക്രോസ് വേയിൽ അവിടെ ഭയങ്കര വെള്ളം കയറിയിട്ട് ആൾക്കാരൊക്കെ കാണാൻ പോവാണേ. അപ്പം ഞാൻ പിള്ളേരെയും കൊണ്ട്, മമ്മിയാണെങ്കിൽ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വരെ പോകുന്നുണ്ട്. അപ്പോൾ ആ വഴി ഞാനും മട്ടി സൈഷേട്ടനും കൂടെ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കാണാമെന്ന് വിചാരിച്ച് പോവുകയാണേ. അപ്പം അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ആറെന്ന് വെച്ചാൽ പമ്പയാറാണേ. അപ്പം കാടിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഉരുൾ പൊട്ടിയിട്ടുണ്ട് എങ്ങാണ്ട്, അതുകൊണ്ടാണ് ഇത്രയ്ക്കും വെള്ളം. ക്രോസ് വേ നമ്മളെന്നും പോകുന്ന ക്രോസ് വേ, അത് ചെറിയ മഴ പെയ്താലും അവിടെ വെള്ളം കയറും. ഇപ്പം മേളിൽ വരെ കയറി, റോഡ് വരെ കാണിക്കാം വെള്ളം. ഞാനറിഞ്ഞു മാമ്പാറ എൻ്റെ വീടിൻ്റെ കോഴി ഫാമല്ല, അവിടെ അടി വരെ വെള്ളം കയറി. മേളി റോഡ് വരെ കയറി. നമ്മട്ടെ എവിടെ പോവാടാ? വില്ലങ്ങാനം പോവാ? വില്ലം കണ്ടോ നമ്മട്ടെ? വെള്ളം വരെ കയറി. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പാലത്തിന്റെ അടിയിലുള്ള വെള്ളം. ഞാൻ രാത്രി വരുമ്പോഴും പാലത്തിന്റെ അടിയിൽ കണ്ടോ? കണ്ടില്ലേ നിങ്ങൾ, എന്ത് വെള്ളമാണ് വരുന്നതെന്ന് നോക്കിയേ. സദ്യ കണ്ടിട്ട് പേടി തന്നെ വരുന്നല്ലേ. നദിയുടെ രൗദ്രഭാവം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോന്നു കേട്ടോ, തിരിച്ചിങ്ങ് പോന്നു. അപ്പോൾ ഉച്ചയൊക്കെ ആയായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോൾ തന്നെ. അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ റെഡിയായി കേട്ടോ. എല്ലാം ഒന്ന് തട്ടിക്കൂട്ടി എല്ലാം ഒന്ന് ആക്കി. എല്ലാവരും വീട്ടിലുണ്ടല്ലോ, മഴയൊക്കെ ആയത് കാരണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അന്നേരം ഒന്നും മഴ തോന്നി നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ താഴെ ഒരു ഭാഗത്ത് മാടമണ്ണ് വെള്ളം കയറുന്ന സ്ഥലമുണ്ട്, വടശ്ശേരിക്കൽ റോഡ്. അപ്പോൾ അവിടെ വരെ ഞാനും മമ്മിയും മാമാട്ടി കൊണ്ട് നടന്നു പോയിരുന്നു. ജസ്റ്റ് അവിടെയൊക്കെ വീടുകളൊക്കെ വെള്ളം കയറുന്നു. അപ്പം അവിടെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുന്നൊക്കെ ആൾക്കാർ പോയിട്ട് പറഞ്ഞ് വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടമ്മേ. അപ്പം മഴയൊക്കെ തോന്നുന്നു ശാന്തമായിട്ട് നിൽക്കുമായിരുന്നു രാവിലെ കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് പിന്നെയും മഴയായി. ഞാനിപ്പം ഡബ് ചെയ്യുമ്പോഴും മഴ ഉണ്ട് കേട്ടോ. ഇവിടെ പോവാ, വെള്ളം കാണാൻ പോവാ മാമാട്ടാ? ഇവിടെ പോവാ, വെള്ളം കാണാൻ പോവാ? പേപ്പറത്തോട്ട് പിന്നെ അകത്ത് വരെ കയറിയുണ്ട്. അതിൻ്റെയൊക്കെ വീഴുന്നത് മേളി വരെ കയറിയാ ഇറങ്ങിയതാ. ഇപ്പം വെള്ളം ഇറങ്ങി താഴോട്ട് റബ്ബറും തോടിൻ്റെ അവിടെ കയറി. അത്രയുടെ അങ്ങോട്ടുള്ള വീടുകളിലൊക്കെ കയറിയെന്നാ പറയുന്നത്, അറിയത്തില്ല. ഒരു വീടിൻ്റെ അടിവശമുള്ള വെള്ളമായി ഉണ്ട്. അവരെ ബാക്ക് വശമെല്ലാം വെള്ളമാണ്. ഇവിടെ വരെ കയറിയായിരുന്നു ഇറങ്ങിയതാ. കണ്ടോ, എല്ലാം റോഡിൽ കയറിയായിരുന്നു ഇറങ്ങിയതാ. കണ്ടോ മഴ തോന്നിപ്പം നിൽക്കുന്നത് കാര്യമായി, അല്ലെങ്കിൽ ഫുള്ള് അങ്ങ് മേളിൽ വരെ വെള്ളം കയറിയാണ്. എന്തായാലും
പ്രകാരിച്ച് തോന്നുന്നു നിൽക്കും, അത്ര ശക്തമായിട്ട് പെയ്യുന്നില്ല. ഇപ്പം അറിയില്ല, രാത്രിയിൽ നല്ല പെയ്താൽ പിന്നെയും പടി കിട്ടും. എൻ്റെ ഭിത്തിയുടെ പകുതി പോകുമ്പോൾ കയറിയെന്നാണ് പറയുന്നത് ചേച്ചി. ശരിക്കരെ പോകുന്ന റോഡാണ് കണ്ടോ, കാണിച്ചു തരാം, ഒത്തിരി സൂം ചെയ്യുന്നില്ല. ഇവിടെ മുറ്റത്ത് വെള്ളം കയറി കിടക്കുന്ന കണ്ട ആ റോഡാണ്, കട്ടിലൊക്കെ പിടിച്ചിട്ടില്ല. കടശ്ശേരിക്ക് നമ്മൾ പോകുന്ന റോഡാണ്, ഹോസ്പിറ്റലൊക്കെ പോകത്തില്ലേ, അക്കരെ കണ്ട റോഡാണ്, നല്ല വെള്ളം കയറി കിടക്കുക ഫുള്ള്. റോഡ് കാണത്തില്ലല്ലേ, പിള്ളേർ തന്നെ അവിടെ വന്ന് നിൽക്കുന്നു, അറിയത്തില്ല. ഞങ്ങളവിടെ ചെന്നത്തിന് റോഡിലൊക്കെ രാവിലെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു, ഇറങ്ങി തുടങ്ങിയായിരുന്നു. എന്നാലും 2-3 വീടുകളിലൊക്കെ വെള്ളം ഞങ്ങൾ പോകുന്ന വഴി കയറി, അവരൊക്കെ അതെല്ലാം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുമായിരുന്നേ. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. രാത്രിയിലൊക്കെ മഴയാണെങ്കിലേ ശ്രദ്ധിക്കണം, ഇങ്ങനെ വെള്ളം കയറുന്നിടത്തൊക്കെ ആണെങ്കിലേ രാത്രിയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണം. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.